നല്ല ഭംഗിയെല്ലാം ഉണ്ട്. സാമ്പാറില് കഷ്ണമൊന്നും ഇല്ലല്ലോ. എന്തായോ എന്തോ. നമുക്ക് തുടങ്ങിയാലോ? കഴിക്ക്. 1 2. ഇത് ഏതാടാ മെഷീൻ? ജപ്പാന്റെ? നല്ല ബോളിംഗ് ഉണ്ടല്ല. നമ്മക്ക് കുറവ്. അത് പിന്നെ എപ്പോഴും അങ്ങനെ ആണല്ല. കൊറേ മതി. മുതലാക്കി മുതലാളി മുതലാക്കാതിരുന്നാ മതി. അച്ചാറ് ഇനി അച്ചാറും കൂടി ഉണ്ടാക്കി നടക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കിയത് എനക്കേ അറിയൂ. എനിക്കിത് മതി. നമ്മക്കില്ല കൂടി വേണമായിരുന്നു. ഉണ്ണാനും അറിയില്ല. കഴിക്കുന്നു കഴിക്ക്. മതിയേ. അതായത് നമുക്കിന്ന് വൈകുന്നേരം ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയല്ലോ. അത് കലക്കും. അതിന് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? അതിനിപ്പം വേണ്ടേ? കുറച്ച് പാല് വേണോ, വെനില എസൻസ് വേണോ, ബേക്കിംഗ് പൗഡർ വേണോ, പിന്നെ കുറച്ച് ഉപ്പ് വേണോ. ഇതൊക്കെ ഇവിടെ മതിയില്ലേ? ഇവിടെ ഉണ്ടല്ലോ. എന്ത് ഉപ്പുണ്ടല്ലോ? ഉപ്പ് മാത്രം മതി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത് വാങ്ങാലോ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഷെയർ ഇട്. എന്റെ പൈസ വന്നിരും. അല്ലടാ, എന്റെ പൈസ എപ്പോഴും ഞാനല്ല കൊടുക്കണം. താൻ എന്ത് ചെയ്ത്? എവിടെ ഞാനെവിടെ പോകുന്നില്ലല്ലോ. എവിടെ ഉണ്ടാവില്ലേ? നീ കൊടുക്കടേ. ഞാൻ ജോണി മുസ്തഫ. ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് ശിവ, ഗിരി. നമ്മൾ ഈ ചോദിച്ച ചങ്ക് പറിച്ചിരുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തമ്മിൽ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാരാണ്. ജീവിതത്തിൽ നന്മയും സ്നേഹവും മാത്രം കൈമുതലായത് കൊണ്ടാവാം ഞങ്ങൾക്ക് ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. കൂടുതൽ ശിവയ്ക്കാണ് ഇത്തിരി പ്രായം കൂടുതൽ, ഇത്തിരി പാവവും. നിഷ്കളങ്കമായ മനസ്സാണ് അവൻ്റേത്. ഇത് അവൻ്റെ കഥയാണ്, അവൻ്റെ പ്രണയത്തിൻ്റെ കഥ, ഒരു പ്രേമത്തിൻ്റെ കഥ. പെട്ടെന്ന് ശരിയമ്മനെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കടേ. ഒടുക്കത്തെ ഗ്ലാമറിലാണല്ലടാ. ഇന്ന് സുമീഷില്ലെന്ന് തോന്നിട്ടാ. കാണല്ലേ, ഇവിടെ പറയാറുണ്ടല്ലേ, വീണ മൈൻഡ് അയക്കാൻ പറ്റിയായിരുന്നു അല്ലടാ. It's also called the line layout. This means the arrangement of these machines in a line in the order in which they would be used in the process. In this type, each product will be a separate line consists of different machines. Okay, Veena പറയൂ, എന്താണ് product layout? It is also called the line layout. This means that the arrangement of mechanism. ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു? ആര് ചോദിച്ചാലും ഉത്തരം പറയും. എനക്കങ്ങൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പ്രത്യേകതയുണ്ട്. ഒടുക്കത്തെ ബുദ്ധിയിരിക്കും. സത്യം അതാണ് കണ്ടില്ലേ? പിന്നെ
process by manufacture product layout. This means that ഞാനിങ്ങനെ പറയാ എനക്കാണെങ്കിൽ അവളെ കാണുമ്പോ വല്ലാതെ ആവും. ഇത് അവസാന വർഷമാണ്, ഇനി പിന്നെ ചാൻസ് ഇല്ലട്ടാ. ഇപ്പൊ പറയണം. എടാ നീ തോറ്റാല് ചപ്പിൾ ചെയ്ത് പിടിക്കാം. ഈ പെണ്ണ് പോലുണ്ടല്ല ജന്മത്ത് കിട്ടൂല. കേക്കണ്ട നീ വലിക്ക്, നീ വലിച്ചെടുക്കടേ. ശ്വാസകോശം കാത്തി തീരട്ട്. പറയാല്ലേ പിന്നെ അല്ല, ഇതൊക്കെ വെച്ച് നീട്ടേണ്ട കാര്യമാണ്. പറഞ്ഞോ. എന്നാ പോവാ. എന്നാ വാ പോവാ. ജോണി ഒരു മിനിറ്റ്. എന്താടാ സീൻ? നീ എന്തിനാ ഗിരീന്റെ ശിവനോട് നടക്കുന്നത്? സത്യാടാ, ഈ കരാട്ടെ എന്ന് വെച്ചാലേ ബ്ലോക്ക് ചെയ്യാനൊക്കെ പഠിക്കാനൊക്കെ പറ്റും. ഒന്ന് പോടാ. എടാ തമാശല്ലടാ, ഞാൻ കാണിച്ചു തരാം. നീ ഒന്ന് തന്നെ അടിക്ക്. അതൊന്നും വേണ്ട. ഇത് പോ നോക്ക്. അടിക്കട, ഞാൻ കാണിച്ചു തരാം. എടാ ഞാൻ കാണിച്ചു തരാം, നീ ഒന്ന് അടിക്ക്. പ്രസവം പോലെ നേഴ്സ് വിചാരിച്ചാ മാറ്റാൻ പറ്റാന്ന് കീറത്തുനേണ്ട നീ ഇപ്പൊ പറഞ്ഞ മതം. ഓടാ. അയ്യോ, നീ എന്താ പൊട്ടിക്കളിക്ക? അങ്ങനെയല്ലടാ, നേർക്കടയുടെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. വേണ്ട. നീ അടിക്കട. എടാ നീ അടിക്ക. എന്താടാ? ഒന്നുമില്ല. അല്ല ഒന്നുമില്ല. എടാ ഇവൻ വീട്ടിലൊന്നും പോവാറില്ലേ? ശരിയാന്നല്ല, പോയില്ലേ? അതെന്താ സത്യം. ആ എവിടെ? എടാ വിളിക്കടാ. Is a part of the creative post-production process of filmmaking. അയ്യേ വീണ വീണ, ഓ ഒരു കാര്യം പറയണം. ദിവന് എന്താ? നോട്ട്ബുക്ക് തരുമോ? ഇങ്ങോട്ട് തരാലോ. അതല്ല മറ്റേ കാര്യം. അല്ല അല്ല വേറെ ഒന്നുമല്ല, മാത്സിന്റെ നോട്ട് ഉണ്ടാവും. അല്ല മാത്സ് നോട്ടല്ല. ഇല്ല 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 കുഴപ്പമില്ല, മാത്സിന്റെ നോട്ടില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല സാറില്ല, കുഴപ്പമില്ലാന്ന് കുഴപ്പമില്ല സാറില്ല. എടാ ജോണി, ജോണേ എടാ ജോണി, ജോണി ജോണേ ജോണി എഴുതേക്കടാ പൊട്ടാ. എന്താടാ ഷാവേ? എന്താ ഉറക്കാട് ഇത്? മേലേക്കാണ്. അല്ല മാങ്ങ വരിക്ക. ആവശ്യമുണ്ട്. സ്വപ്നം കാണായിരുന്നു. സ്വപ്ന എന്താ സക്കീലാണ് കാര്യങ്ങളൊക്കെ ഷക്കീലി സണ്ണിലിയാണെന്നല്ല, പണ്ടത്തെ കാര്യങ്ങളൊക്കെ. പണ്ടത്തെ കാര്യം. പണ്ടത്തെ വീണ 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 വീണയാ? നിന്റെ പണ്ടത്തെ വീണ. വീണയെ കുറിച്ച് എന്താ സ്വപ്നം കണ്ടേ? എന്താ സ്വപ്നം കണ്ടേ പറ. നീ പണ്ട് നോക്കുന്ന കോമാളി ഒന്നും അറിയാത്ത പോലെ. അടുത്ത സെൻഡ് ഓഫ് ആണ്. സെൻഡ് ഓഫ് വേണ്ട. സെൻഡ് ഓഫ് സ്വപ്നം കാണാൻ വന്നപ്പോഴാണ് നിങ്ങളെല്ലാം വിളിച്ചത്. സെൻഡ് ഓഫ് വേണ്ട, സെൻഡ് ഓഫ് വേണ്ട. സെൻഡ് ഓഫിലല്ലേ? മേഘം പൂത്ത പോലെ രാഗം കേട്ട പോലെ ഈണം മീട്ടിയ പോലെ അവളിന്നു വന്നുവോ അഴകേ, എൻ കൂടെ നിന്നുവോ അരികിൽ, പ്രണയാർദ്രമായി നീ എന്നിൽ. ശിവ ഓ ശിവ ആയിക്കോട്ടെ. എന്താ വീണ? വന്നല്ലടാ. നടക്കട്ടെ നടക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കോളടിച്ചല്ലോ. വീണക്ക് എന്താ മാറി എന്നോട് തരണേ. പറയാനുള്ളത്? അയ്യോ അതൊന്നും വേണ്ട, എല്ലാവരോടും കൂടി പറയുന്നേ. എൻ്റെ മാരേജ് ആണ് ഈ വെക്കേഷന്, എല്ലാവരും വരണം. അല്ല നിനക്ക് 19 വയസ്സല്ലായുള്ളൂ, ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകണോ?
വീട്ടിൽ നിന്ന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ആ ചേട്ടന് നല്ല ജോലിയുണ്ട്. അതുകൊണ്ട് അമ്മ ഭയങ്കര പ്രഷർ ചെയ്യുന്നു. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനിയെല്ലാം ആ ചേട്ടന്റെ ഇഷ്ടം പോലെയല്ലേ, അതനുസരിക്കാനല്ലേ എനിക്ക് പറ്റൂ. അല്ല, ഇപ്പോഴത്തെ പെമ്പിളറൊക്കെ 24 കിട്ടാറുള്ളൂ. നിനക്കും അതുപോലെ കിട്ടിയാ പോരെ? എന്തു പറയാനാ ഗിരി, വീട്ടുകാർ പറയുന്നത് പോലെയല്ലേ നമുക്ക് ചെയ്യാനാവൂ. അതെ, ഞായറാഴ്ച എൻ്റെ വീട്ടിൽ ഒത്തുകൂടുന്ന ഈ പരിപാടി നിർത്തിക്കോ. നടക്കില്ല. അതെന്തു പറ്റി? അല്ല, ഒരുക്കത്തെ ചെലവല്ലേ ഭായി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നിന്നല്ലേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഒരു തീരുമാനത്തിലെത്താം. എന്ത്? നമ്മൾ ഇനി മുതൽ ഈ കൂടുന്ന സമയത്ത് എല്ലാരും കൂടി ഷെയർ ഇട്ടിട്ട് സാധനം വാങ്ങും. അതെന്തെ? നല്ല കുഴപ്പമില്ല. എല്ലാരും കൂടി കൈയടിച്ച് പാസ്സായിക്കൂടെ? നീ എന്താ കൈയടിക്കാതെ? എന്റെ ചോറ് നീ കൊടുത്തു. നിന്റെ എല്ലാ ഷെയർ ഞാനല്ല കൊടുക്കുന്നത്. അതിന് ഞാനടി പോന്നില്ല, നീ കൊടുക്ക്, ഞാൻ തരാം. അത് തന്നാ മതി. തരൂടെ. കണ്ടോ ഗിരി, അവനൊരിക്കലും കാശ് കൊടുക്കാൻ പോകുന്നില്ല. ഞങ്ങളാരും സാധനം വാങ്ങാനും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ പരസ്പരം ഒരിക്കലും പിണങ്ങിയില്ല, പിരിഞ്ഞില്ല. മനസ്സിലെ നന്മയും സ്നേഹവും എപ്പോഴും നിലനിന്നു. അല്ലെങ്കിൽ ശിവയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. നിന്റെ ട്രാൻസ്ഫർ ആയിരുന്നേ? എടാ, ഞാനിപ്പോ കൊച്ചിയിലല്ലേ, എനിക്കറിയാലോ. പിന്നെ ഞാൻ നാട്ടിലേക്ക് നോക്കുന്നുണ്ട്. പരമാവധി കിട്ടുന്ന വിചാരിക്കും. അതെ, നമ്മുടെ നാട് തന്നെയാ നല്ലത്. കാരണം നാടിന്റെ ഒരു ഇത് വേറെ എവിടെയും കിട്ടൂല. അതെ അതെ. എടാ, 2 ഗേൾസ്. എന്താടാ? നിർത്ത്. ഒഴിവാക്കടാ. എടാ, നമ്മുടെ വീണയല്ലേ? വീണ? എടാ, നിന്റെ പെണ്ണടാ. നിർത്ത് സൈഡേക്ക്. ആണോ? വീണിയും രാഗിയല്ലേ? അതെ. അല്ല, ഗിരിയല്ലേ? അതെ. ശിവയും ഉണ്ടല്ലോ. ഓ, മറന്നിട്ടില്ലല്ലേ. അല്ല, നിങ്ങളിപ്പോ എന്താ ചെയ്യണ? ഹായ്. ഞാനിപ്പോ ടെക്സ്റ്റൈൽ വർക്ക് ചെയ്യുന്നു. ഇവളൊന്നും ചെയ്യുന്നില്ല. അല്ല, എന്തു പറ്റിയൊന്നും മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ കൊച്ചിൻ ഇൻഫോ പാർക്കിലാണ്. ഇവൻ SBIയിലാണ്. വീണ, സുഖല്ലേ? ഫാമിലിയിൽ ഇപ്പോ എവിടെയാണ്? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അത് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനൊരു ആക്സിഡന്റിൽ. കഷ്ടായി പോയല്ലോ. വിഷമിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, വിളിച്ചാൽ മതി. എക്സ്ക്യൂസ് മീ. ആ ജോണി, അവിടെ ഞങ്ങൾ വരിക. ഓണത്തെ ഓക്കെ. വീണ, ഞങ്ങളൊരു ഫംഗ്ഷൻ ഇറങ്ങിയാണ്. ശിവ, പോ. ഇതാ. വിട്ടടാ, ചിലപ്പോൾ അവളുടെ വിധി അതായിരിക്കും. എന്തു വിധി? വിധിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അവളെ പഠിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയൊരു ദുരന്തം അവൾക്കുണ്ടാകുമായിരുന്നില്ല. ഞാൻ അവൾക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അങ്ങനെ എന്താ സംഭവിച്ചാ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മയാവും. നിന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നല്ലൊരാൾ എന്തായാലും വരും. ഞാനെന്നാൽ പോയിക്കോട്ടെ. ആ നല്ലൊരാൾ ഞാനായിക്കോട്ടെ.